ഇപ്പോൾ രാവിലെ എണീറ്റ് അടുക്കളയിൽ കയറാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു ഇന്ന്. അപ്പോഴത്തേ രാവിലെ ഇനിയിപ്പം ഞാൻ അടുക്കളയിൽ കയറി എൻ്റെ കാപ്പി പരിപാടിയെല്ലാം നോക്കുകയാണ് കേട്ടോ. രാവിലെ അപ്പമാണ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. കൂട്ടത്തിൽ കറി വെക്കുന്നത് കടലയാണ്. അപ്പോൾ തലേന്ന് നമ്മൾ വെള്ളത്തിൽ കടല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടലയൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് സവോള അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് നേരെ അങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം പിന്നെ അങ്ങ് അകത്തോട്ട് വന്നിട്ട് അപ്പോഴത്തേക്കും മഞ്ഞൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് വെട്ടമൊക്കെ വീണിട്ടുണ്ട്. രാവിലെ എന്തായാലും മഴക്കോളൊന്നും ഇല്ല. അന്നൊരു ചുക്ക് കാപ്പിയൊക്കെ ചൂടാക്കി അങ്ങോട്ട് കുടിച്ചു. ഒന്ന് ഷെയർ ചെയ്തതിന് ശേഷം മാവൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പമാണ് ഇട്ടോ ഉണ്ടാക്കുന്നത്. തലേന്ന് നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ചട്ടിയൊക്കെ ഒന്ന് കഴുകി അടുപ്പിലോട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അപ്പം ഉണ്ടാക്കി എടുക്കണം. പിന്നെ കടലക്കറിക്ക് ഞാൻ തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ. വെറുതെ മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തൊരു ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കടലക്കറിയാണ്. അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ. ഈസി പണിയാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇതേ അപ്പമൊക്കെ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല മുരിഞ്ഞ് നല്ല അടിപൊളി സുട് അപ്പമൊക്കെ ഇവിടെ ചുട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ കടലയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. കടലയിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഒന്ന് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കിയിട്ട് നല്ലതുപോലെ കുറുക്കി കിട്ടും കടലക്കറി. എണ്ണയൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കടുകും കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കടലയിലേക്ക് ഒഴിച്ച് ചാറിന് ആവശ്യമുള്ള ഒന്ന് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി. എനിക്കിഷ്ടം തോന്നിയ കറിയാണെങ്കിൽ ഞാൻ നല്ലതുപോലെ കാപ്പിയൊക്കെ കഴിക്കും കേട്ടോ. അതായത് രാവിലത്തെ ചായക്കടിക്കാണ് ഞങ്ങളുടെ നാട്ടിൽ കാപ്പി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കാപ്പി എന്ന് പറയുമ്പോൾ കുടിക്കുന്ന കാപ്പിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയുള്ള കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ നമ്മൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, പാചകം മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ട്. അങ്ങനെ രാവിലത്തെ കാപ്പിയുടെയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ചോറ് ഇതിനിടയ്ക്ക് അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കറി വെക്കാനായിട്ട് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ കഴുകി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് ചിക്കൻ കറിയൊക്കെ അങ്ങ് റെഡിയാക്കി അടുപ്പിലോട്ടാക്കി. ഇതിനിടയ്ക്ക് കപ്പ വെന്തിട്ടുണ്ടായിരുന്നു. കപ്പ ഞാൻ പുഴുങ്ങാനായിട്ടോ വെച്ചത്. ചിക്കൻ കറിയുടെ കൂടെ കപ്പയും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കപ്പയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ പാചകം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മളിത് ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നാളെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.